ചെയ്യേണ്ടി വരും, തീർച്ചയായിട്ടും വരും. ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുക. പഞ്ചായത്ത് അതിനെതിരെ ഇനി കളിച്ചാൽ എങ്ങനെയുണ്ട് ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലൊക്കെ 100 കോടിയാണ് ആളുകൾ പിൻവലിച്ചുകൊണ്ട് പോയത്. വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മറന്നല്ല, ഇവരെ വിശ്വാസമില്ലാത്തതുകൊണ്ടാ. ഒന്ന് നമ്മളെ കൂടി ഒന്ന് ചവിട്ടി പിടിച്ചാലോ, ഒന്ന് കണ്ണടച്ചു കൊടുത്താലോ. എന്റെ മോനെ, ഈ ബാങ്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളത് ചെയ്യാത്തത്, ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പാവങ്ങളാണ്. സ്വത്ത് വിറ്റ ആളുകൾ, മകളുടെ വിവാഹം കഴിപ്പിക്കാൻ പണം നിക്ഷേപിച്ചവർ, വീട് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നവർ, ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും കൊണ്ടുപോയി ബാങ്കിലിട്ടിരിക്കുന്ന പാവങ്ങളുടെയാണ്. അവര് വഴിയാധാരമാകരുത് എന്ന് കരുതിയാ ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഈ ബാങ്കൊന്നും ഉണ്ടാവില്ല. ഈ പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസും UDF-ഉം വിചാരിച്ചാൽ നമ്മുടെ അനുഭാവികളാണ് മുഴുവൻ ഈ ബാങ്കിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ പിടിച്ചെടുത്ത് ഈ ഗുണ്ടായിസവും ഈ ക്രിമിനൽവൽക്കരണം, എന്തൊരു അക്രമമാണ് പോലീസ് നടത്തിയത്. ഇവിടെ സ്ഥാനാർത്ഥിയായ സക്കറിയ വർഗീസും രഞ്ജു ഒക്കെയാണ് അക്രമം നടത്തിയത്. അവര് കള്ളോട്ട് ചെയ്യാൻ വന്ന ആളുകൾ അവർക്ക് വോട്ടർമാരെ കണ്ടാൽ തിരിച്ചറിയില്ലേ? ഈ സക്കറിയ വർഗീസ് അക്രമം നടത്തുമോ? ഈ രഞ്ജു അക്രമം നടത്തുമോ? ഈ 60 വയസ്സിൽ കൂടുതലുണ്ടല്ലോ ജോഷ, അദ്ദേഹം നടത്തും അക്രമം. അവരുടെയൊക്കെ തലയ്ക്കാണ് അടിച്ചത്. ഇവിടെ പറഞ്ഞല്ലോ, അധ്യക്ഷൻ പറഞ്ഞല്ലോ, തലനാരിലേക്കാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ, ഈ രഞ്ജുവിന്റെ ജീവൻ രക്ഷിക്കാൻ പോയത്. ഒരു 10-15 മിനിറ്റോ വൈകിയിരുന്നെങ്കിൽ അത്ര അപകടകരമായ രീതിയിലാണ് പോലീസ് പെരുമാറിയത്. തലക്കടിക്കുക സ്ഥാനാർത്ഥിയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും രൂക്ഷമായി പോലീസോട് പറഞ്ഞത്. ആരെ സംരക്ഷിക്കാൻ? ഗുണ്ടകളെ സംരക്ഷിക്കാൻ, ക്രിമിനലുകളെ സംരക്ഷിക്കാൻ, കള്ളോട്ട് ചെയ്യാൻ വന്നവനെ സംരക്ഷിക്കാൻ UDF-ന്റെ സ്ഥാനാർത്ഥികൾ അടക്കമുള്ള ആളുകളുടെ തലക്കടിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ഈ 3 പേർ, ഈ പാവപ്പെട്ട ആളുകൾ, സമചിത്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവർ, സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവർ, അവർ ജയിക്കുമെന്ന് പേടിച്ചു പോയി. അവരുടെ ജനസമ്മതി കണ്ട്, ഈ ബാങ്കിനോടും CPM-നോടും ജനങ്ങളുടെ എതിർപ്പ് കണ്ട് അവർ ജയിക്കുമെന്ന് കണ്ടെത്തി. നേരത്തെ പറഞ്ഞല്ലോ പ്രസിഡന്റ്, 11:30 മണിക്ക് ഇലക്ഷൻ ബഹിഷ്കരിച്ചു. പിന്നെ ഞങ്ങളാരും വോട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് 5 മണിക്ക് ശേഷം വോട്ടഞ്ഞിട്ട് ഇത്രയും കള്ളോട്ട് ചെയ്തിട്ടും എത്ര വോട്ടിനായി ജയിച്ചത്? 200 വോട്ടിന്. അപ്പൊ അതുകൊണ്ടാണ് തോൽക്കും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഗുണ്ടായുസവും ഇത് കാണിച്ചത്. ഞങ്ങൾ പറയുന്നു, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോളാം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുക്കണം. നടപടി എടുത്തേ മതിയാവും. ഈ നിരപരാധികളായ ആളുകളെ തല്ലിച്ചതച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുക്കണം. കള്ളവോട്ട് ചെയ്യാൻ കൂട്ടുനിന്ന സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുക്കണം. ഇതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കണം. ഇതോടുകൂടി ഇല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ, ഏറ്റവും കഠിനമായ തീരുമാനങ്ങൾ ഞങ്ങൾ കൂടി എടുക്കും എന്ന് ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ആവർത്തിച്ചാൽ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം നേരിട്ട് വന്ന് ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യും എന്ന് മാത്രം വിനയപൂർവ്വം പറയുന്നു. ഈ പ്രതിസന്ധിയിലും ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ഉറച്ച കാൽവയ്പുകളോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ, UDF-ന്റെ കൂടെ നിന്ന് എല്ലാ പ്രവർത്തകരെയും കണ്ണനിരിക്കുന്നു. അന്വേഷിച്ചു വന്നാണ് ഇവിടെ അടി നടക്കുന്നു എന്ന് കണ്ടിട്ട് കണ്ണനെ ചീമുട്ട എറിഞ്ഞ് മർദ്ദിച്ചോടിക്കാൻ നോക്കി അല്ലേ? നേതാക്കൾ വന്നപ്പോൾ, അന്വേഷിച്ചു വന്നപ്പോൾ അവരാരും ഓടിപ്പോകുന്നവരല്ല. ആ ഉറച്ച കാൽവയ്പുകളുമായി ഈ പ്രതിസന്ധിയിൽ കോൺഗ്രസിന്റെ കൂടെ, UDF-ന്റെ കൂടെ നിന്ന എല്ലാ നേതാക്കളെയും, എല്ലാ പ്രവർത്തകരെയും ഞാൻ ഒരുമിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.